Good evening all. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ക്ലിനിക്കൽ ഫാർമസിയിലെ ഒരു മെയിൻ ടോപ്പിക്കാണ് ബയോ അവൈലബിലിറ്റി ഓഫ് ഡ്രഗ്സ്. എന്താണ് ബയോ അവൈലബിലിറ്റി? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് എക്സ്റ്റെന്റ് ടു വിച്ച് ദ ഡ്രഗ് റീച്ചസ് ദ സിസ്റ്റമിക് സർക്കുലേഷൻ ഇൻ ആക്റ്റീവ് ഫോം. അതായത് നമ്മൾ ഏത് രീതിയിൽ അഡ്മിനിസ്റ്റർ ചെയ്ത ഡ്രഗ് ആയിക്കോട്ടെ, ഈവൻ ഓറലി അഡ്മിനിസ്റ്റർ ചെയ്തത് അല്ലെങ്കിൽ IV വഴി ചെയ്തത്, എങ്ങനെ അഡ്മിനിസ്റ്റർ ചെയ്ത ഡ്രഗ് ആണ് ഇരുന്നാൽ പോലും അത് നമ്മുടെ ബ്ലഡിലെത്തുന്ന അല്ലെങ്കിൽ സിസ്റ്റമിക് സർക്കുലേഷനിലെത്തുന്ന റേറ്റ് ഓഫ് എക്സ്റ്റെൻറ്റിനെയാണ് നമ്മൾ ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. ഇത് ഡ്രഗ് ആക്റ്റീവ് ഫോമിൽ ബ്ലഡ് സർക്കുലേഷനിൽ എത്തുന്ന ആ ഒരു റേറ്റ് ആയിരിക്കും ബയോ അവൈലബിലിറ്റിയിൽ മെയിനായിട്ട് നോക്കുന്നത്. ഇനി 100% ബയോ അവൈലബിലിറ്റി ഉള്ളത് IV റൂട്ടിനാണ്. അതായത് ഡയറക്റ്റ് വീനസ് സർക്കുലേഷൻസിലേക്ക് ഡ്രഗ് ഇഞ്ചെക്ട് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് അവിടെ 100% ബയോ അവൈലബിലിറ്റി കിട്ടുന്നതെന്ന് പറയുന്നത്. ദെൻ ഒരു ഡ്രഗ് അതിൻ്റെ റിസപ്റ്റർ സൈറ്റിൽ എത്തുന്നതിൻ്റെ കോൺസെൻട്രേഷൻ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു നോക്കാം. അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം ആൻഡ് എക്സ്ക്രീഷൻ. ഇത് ഫാർമക്കോ കൈനറ്റിക് പ്രോസസ് ആണ്. അതായത് വാട്ട് ദ ബോഡി ഡസ് ടു ദ ഡ്രഗ്. ബോഡി എന്താണോ ഡ്രഗിനെ ചെയ്യുന്ന ഫാർമക്കോ കൈനറ്റിക് പ്രോസസ് ആണ് അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം ആൻഡ് എക്സ്ക്രീഷൻ. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനിൽ എത്രമാത്രം ആ ഒരു ഡ്രഗിന്റെ കോൺസെൻട്രേഷൻ എത്തിയിട്ടുണ്ടെന്ന് പറയുന്നത്. അബ്സോർപ്ഷൻ എന്താന്ന് നോക്കാം. അബ്സോർപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഡ്രഗ് അത് ഓറൽ വഴിയോ IV വഴിയോ എങ്ങനെ എടുക്കുന്ന ഡ്രഗോ ബ്ലഡിൽ എത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിൽ എത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെ എത്തിയ ആ ഒരു ഡ്രഗ്, ബ്ലഡിൽ എത്തിയ ഡ്രഗിനെ ഡിഫറെന്റ് ടിഷ്യൂസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യിക്കുന്നു. ഈ പ്രോസസ്സിനെയാണ് ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അത് ഫാർമക്കോ കൈനറ്റിക്കിന്റെ രണ്ടാമത്തെ പ്രോസസ്സാണ്. ദാറ്റ് വൺ ഈസ് ദ മെറ്റബോളിസം. നമ്മൾ എടുക്കുന്ന ഡ്രഗ് കെമിക്കൽ റിയാക്ഷൻസ് വഴി മെറ്റബോളൈറ്റ്സ് ആയിട്ടും ഡ്രഗിന്റെ ആക്റ്റീവ് ഫോം ആയിട്ടും ബോഡി കൺവേർട്ട് ചെയ്യിക്കാറുണ്ട്. ഈ ഒരു പ്രോസസ്സിനെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ദ എക്സ്ക്രീഷൻ. എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ ദ കംപ്ലീറ്റ് എലിമിനേഷൻ ഓഫ് ഡ്രഗ് ആൻഡ് ഇറ്റ്സ് മെറ്റബോളൈറ്റ്സ് ഫ്രം ദ ബോഡി. ബോഡിയിൽ നിന്ന് ആ മെറ്റബോളൈറ്റ്സ് ആയ ഫോംസ് അല്ലെങ്കിൽ ഏതെങ്കിലും കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായ ആ പ്രോഡക്ട്സ്, എല്ലാ പ്രോഡക്ട്സിനെയും നമ്മുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്ന ദ ലാസ്റ്റ് പ്രോസസ്സാണ് എക്സ്ക്രീഷൻ. കിഡ്നി, ലിവർ, സ്കിൻ അതുപോലുള്ള ഓർഗൻസ് ആണ് മെയിനായിട്ട് ഡ്രഗിന്റെ എക്സ്ക്രീഷൻ നടത്തുന്നത്. അപ്പോൾ ബയോ അവൈലബിലിറ്റി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ എക്സ്റ്റെന്റ് ടു വിച്ച് ദ ഡ്രഗ് റീച്ചസ് ദ സിസ്റ്റമിക് സർക്കുലേഷൻ. അതുപോലെ 100% ബയോ അവൈലബിലിറ്റി ഉള്ളത് IV റൂട്ടിനായിരിക്കും. വേറെ എല്ലാ റൂട്ട്സിനും 100% കൊടുക്കത്തില്ല. 100%-നേക്കാളും കുറവായിരിക്കും ഓറൽ റൂട്ടിനും സബ്ക്യൂട്ടേനിയസ് പോലുള്ള അതർ റൂട്ട് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനും. ദെൻ ബയോ അവൈലബിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത രണ്ട് ടേംസ് ആണ് റിലേറ്റീവ് ബയോ അവൈലബിലിറ്റി ആൻഡ് അബ്സല്യൂട്ട് ബയോ അവൈലബിലിറ്റി. ബോത്ത് ആർ കമ്പാരിറ്റീവ് സ്റ്റഡീസ്. അതായത് കമ്പാരിറ്റീവ് സ്റ്റഡീസ് ആണ് റിലേറ്റീവ് ബയോ അവൈലബിലിറ്റിയും അബ്സല്യൂട്ട് ബയോ അവൈലബിലിറ്റി. ഇതിൽ റിലേറ്റീവ് ബയോ അവൈലബിലിറ്റിയിൽ പറയുമ്പോൾ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫോർമുലേഷൻ കാണും. ഈ സ്റ്റാൻഡേർഡ് ഫോർമുലേഷനോട് ജനറിക് ഫോർമുലേഷൻ കമ്പയർ ചെയ്യുന്ന ആ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് റിലേറ്റീവ് ബയോ അവൈലബിലിറ്റി. ഇവിടെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറിക് ഫോർമുലേഷന്റെ ബയോ അവൈലബിലിറ്റിയും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഫോർമുലേഷന്റെ ബയോ അവൈലബിലിറ്റിയും കൂടെ കമ്പയർ ചെയ്യുന്നു. ഇതിനെയാണ് റിലേറ്റീവ് ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അബ്സല്യൂട്ട് ബയോ അവൈലബിലിറ്റി എന്താണ്? ഇറ്റ്സ് ഓൾസോ എ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ബയോ അവൈലബിലിറ്റി ഓഫ് ദ ഡ്രഗ്. പക്ഷേ ഇവിടെ കമ്പയർ ചെയ്യുന്നത് ഓറൽ റൂട്ടും IV റൂട്ടും കൂടെ ആയിരിക്കും. അതായത് ഒരേ ഡോസേജ് ഫോം ആയിരിക്കത്തില്ല. അവിടെ ഡോസേജ് ഫോംസിൽ വ്യത്യാസമുണ്ട്. ഓറൽ റൂട്ടിനെ IV റൂട്ടുമായിട്ട് കമ്പയർ ചെയ്യുന്ന ആ ഒരു സ്റ്റഡിയാണ് നമ്മൾ അബ്സല്യൂട്ട് ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം ദ കമ്പാരിസൺ വിത്ത് ജനറിക് ഫോർമുലേഷൻ വേഴ്സസ് സ്റ്റാൻഡേർഡ് ഫോർമുലേഷൻ ആൻഡ് ദ അബ്സല്യൂട്ട് ബയോ അവൈലബിലിറ്റി ഈസ് ദ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ബയോ അവൈലബിലിറ്റി ഓഫ് ഡ്രഗ് ഇൻ ഓറൽ റൂട്ട് വേഴ്സസ് IV റൂട്ട്. ദ നെക്സ്റ്റ് ടേം ആണ് ബയോ ഈക്വലൻസ്. ഇറ്റ്സ് ഓൾസോ എ കമ്പാരിറ്റീവ് സ്റ്റഡി. ഇതും ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി തന്നെയാണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഐഡന്റിക്കൽ ഡോസേജ് ഫോംസിനെയാണ് കമ്പയർ ചെയ്യുന്നത്. അങ്ങനെ ഒരു 2ഓ അതിലധികമോ ഐഡന്റിക്കൽ ഡോസേജ് ഫോംസിനെ എടുത്തിട്ട് അതിന്റെ ബയോ അവൈലബിലിറ്റി നോക്കുമ്പോഴത്തേക്കിന് റേറ്റ് ഓഫ് എക്സ്റ്റെന്റ് സെയിം ആണെങ്കിൽ നമുക്ക് ആ ഡ്രഗ് ബയോ ഈക്വലന്റ് ആണെന്ന് പറയാം. അതായത് ഒരേ സമയത്ത് തന്നെ അത് ബ്ലഡിൽ എത്തുന്നു അല്ലെങ്കിൽ അതിന്റെ അളവ് ബ്ലഡിൽ ഒരേ സമയത്ത് എത്തുന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രഗ് ബയോ ഈക്വലന്റ് ആണെന്ന് പറയാം. ദെൻ നെക്സ്റ്റ് ആണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബയോ അവൈലബിലിറ്റി. ബയോ അവൈലബിലിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം.
First one physical properties, second one pharmaceutical factors, and third one physiological factors. അപ്പോൾ ഏതൊക്കെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഫാർമസ്യൂട്ടിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ സബായിട്ട് വരുന്നതാണ് പാർട്ടിക്കിൾ സൈസ്, ഫിസിക്കൽ സ്റ്റേറ്റ് പോലുള്ള കാര്യങ്ങൾ. പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുമ്പോൾ എന്താണ്? പാർട്ടിക്കിൾ സൈസ് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ഓരോ പാർട്ടിക്കിളിന്റെയും സർഫസ് ഏരിയ കൂടുന്നു. അങ്ങനെ സർഫസ് ഏരിയ കൂടുമ്പോഴത്തേക്കിന് അവിടെ സോലിബിലിറ്റി കൂടുന്നു, അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ കൂടുന്നു. അങ്ങനെ ബയോ അവൈലബിലിറ്റിയും ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പോൾ പാർട്ടിക്കിൾ സൈസ് കുറയുന്നതിനനുസരിച്ച് ഒരു പാർട്ടിക്കിളിന്റെ സർഫസ് ഏരിയ കൂടുന്നു, അതുവഴി നമുക്ക് ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ സോലിബിലിറ്റി കൂടുന്നു, അതുവഴി അവിടുത്തെ ബയോ അവൈലബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ടിക്കിൾ സൈസ് കുറയുന്നതിനനുസരിച്ച് ബയോ അവൈലബിലിറ്റി കൂടുന്നു. അതാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ ഫസ്റ്റ് വൺ ആയിട്ടുള്ള പാർട്ടിക്കിൾ സൈസിൽ പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുമ്പോഴത്തേക്കിന് ഫിസിക്കൽ സ്റ്റേറ്റ്. അതായത് നമുക്ക് ഏതൊക്കെ ഫിസിക്കൽ സ്റ്റേറ്റ് അറിയാം? ലിക്വിഡ്, സോളിഡ്, ഗ്യാസ്, സെമി സോളിഡ്സ്, അങ്ങനെ ഒരുപാട് ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഉണ്ട്. ഇതിലൊക്കെ പറയുമ്പോഴത്തേക്കിന് ലിക്വിഡ്സിനെയും സോളിഡ്സിനെയും കൂടെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലിക്വിഡ്സിനായിരിക്കും എപ്പോഴും ബയോ അവൈലബിലിറ്റി കൂടുതൽ. എന്തുകൊണ്ടാണ്? ലിക്വിഡ്സിലുള്ള പാർട്ടിക്കിൾസ് സോളിഡ്സിലെ പാർട്ടിക്കിൾസിനെക്കാളും വളരെ ചെറുതാണ്. സോ ലിക്വിഡ്സിന്റെ പാർട്ടിക്കിൾസ് ഈസിലി സോലുബിൾ ആവുകയും അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ സംഭവിക്കുകയും അങ്ങനെ പെട്ടെന്ന് തന്നെ ബയോ അവൈലബിൾ ആകുന്നു. അതായത് നമ്മുടെ ബോഡിയിലെ ആക്ഷന് വേണ്ടിയിട്ട് അത് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഫിസിക്കൽ സ്റ്റേറ്റിൽ പറയുന്നത് നമ്മുടെ ലിക്വിഡ്സിനായിരിക്കും സോളിഡ്സിനെക്കാളും കൂടുതൽ ബയോ അവൈലബിലിറ്റി കൂടുതൽ. അതുപോലെ ഗേഷ്യസ് സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ ലങ്സിലായിരിക്കും ഗേഷ്യസ് സ്റ്റേറ്റിന് ഏറ്റവും കൂടുതൽ അബ്സോർപ്ഷൻ ഉള്ളത്. ഗേഷ്യസ് സ്റ്റേറ്റിന് ഏറ്റവും കൂടുതൽ അബ്സോർപ്ഷൻ ഉള്ളത് ലങ്സിലായിരിക്കും. പിന്നെ ഒരു സെമി സോളിഡും കൂടി എടുക്കുകയാണെങ്കിൽ സെമി സോളിഡ്സിനായിരിക്കും ബയോ അവൈലബിൾ. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് ഒരു ലിക്വിഡ് കണ്ടന്റ് കൂടുതലല്ലേ സോളിഡ്സിനെക്കാളും. സോളിഡ്സിന്റെ പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്. സോ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് സമയം എടുക്കും. അങ്ങനെ ബയോ അവൈലബിലിറ്റി അവിടെ കുറയും. അപ്പോൾ ഫസ്റ്റ് വൺ പറഞ്ഞ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അതിൽ തന്നെ പാർട്ടിക്കിൾ സൈസ് ഉണ്ട്, ഫിസിക്കൽ സ്റ്റേറ്റ് ഉണ്ട്. സെക്കൻഡ് ഫാക്ടർ ആണ് ഫാർമസ്യൂട്ടിക്കൽ ഫാക്ടേഴ്സ്. അതായത് ഒരു ഡ്രഗിന്റെ പാർട്ടിക്കിൾ സൈസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഡോസേജ് ഫോം. ഡോസേജ് ഫോമിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ബയോ അവൈലബിലിറ്റി ഉള്ളത് സൊല്യൂഷൻസിനായിരിക്കും. അതിനേക്കാൾ കുറവ് സസ്പെൻഷൻ, ദെൻ പൗഡേഴ്സ്, ദെൻ ക്യാപ്സ്യൂള്, ദെൻ പ്ലെയിൻ ടാബ്ലറ്റ്സ് ആൻഡ് ലാസ്റ്റ് ആണ് കോട്ടഡ് ടാബ്ലറ്റ്സ് വരുന്നത്. കാരണം കോട്ടഡ് ടാബ്ലറ്റ്സ് എന്ന് പറയുമ്പോൾ ഫിലിം കോട്ടിങ്, ഷുഗർ കോട്ടിങ് അതുപോലുള്ള കോട്ടിങ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഡിസിൻറ്റഗ്രേഷന് ഒരുപാട് സമയം എടുക്കും. സോ ബയോ അവൈലബിലിറ്റി അവിടെ കുറയും. സൊല്യൂഷൻസിലാണെങ്കിൽ എന്താണ്? അവിടുത്തെ പാർട്ടിക്കിൾ സൈസ് ഭയങ്കര ചെറുതാണ്. സോ അത് ഈസിലി സോലുബിലൈസ് ആവുന്നു. അങ്ങനെ ബയോ അവൈലബിലിറ്റി കൂടുകയും ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വൺ ആണ് മാനുഫാക്ചറിങ് വേരിയബിൾസ്. നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഫാക്ടേഴ്സിലെ നെക്സ്റ്റ് വൺ ആണ് മാനുഫാക്ചറിങ് വേരിയബിൾസ്. അതായത് കംപ്രഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വേരിയബിൾ വരാം, അല്ലെങ്കിൽ അഡീഷൻ ഓഫ് എക്സിപ്പിയൻസ്, നമ്മൾ ചേർക്കുന്ന എക്സിപ്പിയൻസിന്റെ കാരണം കൊണ്ട് ബയോ അവൈലബിലിറ്റിയിൽ ചേഞ്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ എക്സിപ്പിയൻസിന് ഒരു എക്സാമ്പിൾ ആണ് ലൂബ്രിക്കൻസ് എന്ന് പറഞ്ഞാൽ. അതായത് ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ലൂബ്രിക്കൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ വെറ്റിംഗ് പ്രോപ്പർട്ടി അതിനെ റെഡ്യൂസ് ചെയ്യും. അതായത് ഹൈഡ്രോഫോബിക് എന്ന് പറയുമ്പോൾ എന്താണ്? വാട്ടർ ലവിങ് അല്ല, വാട്ടർ ഫിയറിംഗ് ആണ്. സോ അവിടെ വെറ്റിംഗ് പ്രോപ്പർട്ടി കുറയുന്നു. അങ്ങനെ നമ്മുടെ ഡ്രഗ് പെട്ടെന്ന് സോലുബിലൈസ് ആവാതെ അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ നടക്കാതെ ഇരുന്നിട്ട് അവിടുത്തെ ബയോ അവൈലബിലിറ്റി കുറയുന്നു. അങ്ങനെ നമ്മുടെ ലൂബ്രിക്കൻസ് ആഡ് ചെയ്യുമ്പോഴത്തേക്കിനും ബയോ അവൈലബിലിറ്റി, അതായത് എങ്ങനെയുള്ളതാണ്? ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ലൂബ്രിക്കൻസ് ആഡ് ചെയ്യുമ്പോഴത്തേക്കിനും ബയോ അവൈലബിലിറ്റി കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഒരു പോയിന്റ് കൂടി ഉണ്ടായിരുന്നു, അയണൈസേഷൻ. അതായത് നമ്മുടെ ഡ്രഗ്സ് എല്ലാം വീക്ക് ആസിഡ്സ് അല്ലെങ്കിൽ വീക്ക് ബേസസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. വീക്ക് ആസിഡ്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വീക്ക് ബേസസ് എന്ന് പറയുമ്പോൾ അതിന് അയണൈസ്ഡ് സ്റ്റേറ്റിലും നിൽക്കാം, അൺഅയണൈസ്ഡ് സ്റ്റേറ്റിലും നിൽക്കാം. എപ്പോഴാണ് ഒരു ഡ്രഗ് അയണൈസ്ഡ് സ്റ്റേറ്റിൽ നിൽക്കുന്നത്? ഒരു അസിഡിക് ഡ്രഗ് ആണെങ്കിൽ അത് അസിഡിക് മീഡിയം വരുമ്പോഴത്തേക്കിന് അൺഅയണൈസ്ഡ് ഫോമിലാണ് നിൽക്കുന്നത്. അതായത് അവർക്ക് അയണൈസേഷൻ അവിടെ സംഭവിക്കുന്നില്ല. വീക്ക് ആസിഡ്സ് നമ്മുടെ അസിഡിക് കണ്ടീഷൻ ആണെങ്കിൽ അത് അൺഅയണൈസ്ഡ് സ്റ്റേറ്റിലായിരിക്കും നിൽക്കുന്നത്. ഇങ്ങനെ അൺഅയണൈസ്ഡ് സ്റ്റേറ്റിലായിട്ടുള്ള ഡ്രഗ് മാത്രമേ ബോഡിയിൽ അബ്സോർബ് ചെയ്യത്തുള്ളൂ.
അൺഅയണൈസ്ഡ് ആയിട്ടുള്ള ഡ്രഗ് ബോഡിയിൽ അബ്സോർബ് ചെയ്യുന്നു. അയണൈസ്ഡ് ഡ്രഗിന് എന്താണ് അവിടെ അബ്സോർപ്ഷൻ നടക്കുന്നില്ല. അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിന്റെ കണ്ടീഷൻ ഏതാ? സ്റ്റൊമക്ക് അസിഡിക് കണ്ടീഷൻ ആണ്. സോ അസിഡിക് കണ്ടീഷനിൽ വരുമ്പോഴത്തേക്കിന് നമ്മുടെ വീക്ക് ആസിഡ്സ് സ്റ്റൊമക്കിൽ അൺഅയണൈസ്ഡ് ഫോമിൽ നിൽക്കുകയും അതുപോലെ തന്നെ അത് അവിടെ അബ്സോർപ്ഷൻ നടക്കുകയും ചെയ്യും. ഇങ്ങനെ വരുന്ന വീക്ക് ആസിഡ്സ് നമ്മുടെ ഇൻഡസ്റ്റൈനിൽ ചെന്നാലോ? ഇൻഡസ്റ്റൈനിലെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ബേസിക് മീഡിയ ആണ്, അതായത് ഒരു ആൽക്കലൈൻ കണ്ടീഷൻ ആണ്. ആ ആൽക്കലൈൻ കണ്ടീഷൻ വരുമ്പോഴത്തേക്കിന് വീക്ക് ആസിഡ്സ് അവിടെ അയണൈസ്ഡ് ഫോമിലാണ് നിൽക്കുന്നത്. അയണൈസ്ഡ് ഫോമിൽ ഒരിക്കലും ഡ്രഗ് അബ്സോർബ് ചെയ്യത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കിന് വീക്ക് ആസിഡ്സിന്റെ അബ്സോർപ്ഷൻ നടക്കുന്നത് സ്റ്റൊമക്കിലും അതുപോലെ വീക്ക് ബേസസ് ആയിട്ടുള്ള ഡ്രഗ്സിന്റെ അബ്സോർപ്ഷൻ നടക്കുന്നത് ഇൻഡസ്റ്റൈനിലും ആയിരിക്കും. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബയോ അവൈലബിലിറ്റിയിൽ മൂന്നാമത്തതാണ് ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ്. ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ ബോഡിയിലെ കുറച്ച് ഫിസിയോളജിക്കൽ കണ്ടീഷൻസ്, അതായത് നമ്മുടെ GIT ഫ്ലൂയിഡ്സ് നമ്മുടെ ബൈൽ സോൾട്ട്, HCl അതുപോലുള്ള GIT ഫ്ലൂയിഡ്സിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടുള്ളത്. അതുമല്ലെങ്കിൽ ഗ്യാസ്ട്രിക് എംറ്റിയിങ് ടൈം എന്താണ്? ഗ്യാസ്ട്രിക് എംറ്റിയിങ് ടൈം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റൊമക്കിൽ നിന്ന് ഡ്രഗ് എംറ്റി ആവുന്ന ആ ഒരു ടൈമിനെയാണ് ഗ്യാസ്ട്രിക് എംറ്റിയിങ് ടൈം എന്ന് പറയുന്നത്. അതുകൊണ്ടും നമ്മുടെ ബയോ അവൈലബിലിറ്റിയിൽ ചെറിയ വേരിയേഷൻസ് വരാറുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഫസ്റ്റ് പാസ് എഫക്റ്റ്, അതുപോലെ ഡിസീസ് സ്റ്റേറ്റ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സിലെ ഫസ്റ്റ് വൺ എഫക്റ്റ് ഓഫ് GIT ഫ്ലൂയിഡ്സ്. GIT ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ മൊത്തം കവർ ചെയ്തുകൊണ്ട് ഒരു മ്യൂക്കസ് ലൈനിങ് ഉണ്ട്. ഈ മ്യൂക്കസ് ലൈനിങ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഡ്രഗുമായിട്ട് കോംപ്ലക്സ് ചെയ്ത് അവിടെ ഒരു കോംപ്ലക്സ് പ്രോഡക്ട്സ് അവിടെ ഫോം ചെയ്തിരിക്കും. ഇത് പെട്ടെന്നൊന്നും ഡിസിൻറ്റഗ്രേറ്റ് ആയി പോകത്തില്ല. അപ്പം ഈ ഒരു കോംപ്ലക്സ് കാരണം നമ്മുടെ ഡ്രഗ് പെട്ടെന്ന് സിസ്റ്റമിക് സർക്കുലേഷനിൽ എത്താതെ വരും. അങ്ങനെ ബയോ അവൈലബിലിറ്റി അവിടെ കുറയും. അപ്പം നമ്മുടെ മ്യൂസിൻ, അതായത് നമ്മുടെ സ്റ്റൊമക്കിന്റെ ആ ഒരു ലൈനിങ് മ്യൂസിൻ കാരണം അവിടുത്തെ ഡ്രഗ് കോംപ്ലക്സ് ഫോം ചെയ്യുകയും അങ്ങനെ ബയോ അവൈലബിലിറ്റി കുറയുകയും ചെയ്യുന്നു. അതിനൊരു എക്സാമ്പിൾ ആണ് ഹൈപ്പോടെൻസീവ്, അതായത് നമ്മുടെ ഹൈ പ്രഷറിനൊക്കെ യൂസ് ചെയ്യുന്ന ഹൈപ്പോടെൻസീവ് ഡ്രഗ്സ്, അതുപോലെ ആന്റി കോളിനർജിക് ഡ്രഗ്സ്. ഇവയൊക്കെ നമ്മുടെ മ്യൂസിനുമായിട്ട് ചേർന്ന് കോംപ്ലക്സ് ഫോം ചെയ്ത് ബയോ അവൈലബിലിറ്റി കുറയ്ക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ എഫക്റ്റ് ഓഫ് GIT ഫ്ലൂയിഡിലെ തന്നെ നെക്സ്റ്റ് വൺ ആണ് ബൈൽ സോൾട്ട്. ബൈൽ സോൾട്ട് എന്താണ്? ബൈൽ സോൾട്ട് കാരണം നമുക്ക് ഇവിടെ ബയോ അവൈലബിലിറ്റി കുറയാറുണ്ട്. അതുപോലെ തന്നെ പുവർലി സോലുബിൾ ഡ്രഗ്സിന്റെ എൻഹാൻസും ചെയ്യാറുണ്ട്. പുവർലി സോലുബിൾ ഡ്രഗ്സിനെ ബൈൽ സോൾട്ട് വന്നിട്ട് അതിന്റെ ഡിസൊല്യൂഷൻ കൂട്ടി ബയോ അവൈലബിലിറ്റി കൂട്ടാറുമുണ്ട്. അതുപോലെ തന്നെ നിസ്റ്റാറ്റിൻ, വാങ്കോമൈസിൻ പോലുള്ള ഡ്രഗ്സിനെ ഡീആക്ടിവേറ്റ് ചെയ്യുന്നതും ബൈൽ സോൾട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ബൈൽ സോൾട്ടിന്റെ എഫക്റ്റ് രണ്ട് രീതിയിലുണ്ട്. പുവർലി സോലുബിൾ ഡ്രഗ്സ് ആണെങ്കിൽ അതിന്റെ സോലബിലിറ്റി കൂട്ടുകയും അതുപോലെ തന്നെ നിസ്റ്റാറ്റിൻ, വാങ്കോമൈസിൻ പോലുള്ള ഡ്രഗ്സിനെ ഡീആക്ടിവേറ്റ് ചെയ്ത് അതിന്റെ ബയോ അവൈലബിലിറ്റി അവിടെ കുറയ്ക്കാറുണ്ട് നമ്മുടെ ബൈൽ സോൾട്ട്. ദെൻ സ്റ്റൊമക് pH, അതായത് സ്റ്റൊമക് pH ബെൻസൈൽ പെൻസിലിൻ പോലുള്ള ഡ്രഗ്സിനെയൊക്കെ ഡീആക്ടിവേറ്റ് ചെയ്താൽ ഒരിക്കലും ഡ്രഗ് നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിൽ എത്തുകയോ അതിന്റെ എഫക്റ്റ് കൊടുക്കുകയോ ചെയ്യത്തില്ല. അതായത് ബെൻസൈൽ പെൻസിലിൻ പോലുള്ള ഡ്രഗ്സ് സ്റ്റൊമക്കിന്റെ pHൽ വെച്ചിട്ട് ബയോ അവൈലബിലിറ്റി കുറയ്ക്കാറുണ്ട്. അപ്പം പിന്നെ നെക്സ്റ്റ് വൺ ആണ് GI ട്രാൻസിറ്റ് ടൈം. എന്താണ് GI ട്രാൻസിറ്റ് ടൈം? അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് എംറ്റിയിങ് ടൈം. നമ്മുടെ ഗ്യാസ്ട്രിക് അല്ലെങ്കിൽ സ്റ്റൊമക്കിലുള്ള മൊത്തവും കണ്ടന്റിനെ അവിടെ നിന്ന് എംറ്റി ആക്കുന്ന ആ ഒരു പ്രോസസ്സ്, അതിനെടുക്കുന്ന ടൈമാണ് ഗ്യാസ്ട്രിക് എംറ്റിയിങ് ടൈം എന്ന് വെച്ചാൽ. ഗ്യാസ്ട്രിക് എംറ്റിയിങ് ടൈം കൂടുന്നു എന്ന് വെച്ചാൽ അവിടെ നമ്മുടെ ഡ്രഗ് അത്രമാത്രം റിസൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ സമയം അബ്സോർപ്ഷൻ നടക്കും. അപ്പം ഗ്യാസ്ട്രിക് എംറ്റിയിങ് ടൈം കൂടുന്നതിനനുസരിച്ച് അവിടെ ഡ്രഗിന്റെ അബ്സോർപ്ഷൻ കൂടുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഡ്രഗ്സ് ആയ അമോക്സിസിലിൻ, ആംബിസിലിൻ, സിഫാലെക്സിൻ അതുപോലുള്ള ആന്റിബയോട്ടിക്സ് ഉണ്ടല്ലോ, ഈ ആന്റിബയോട്ടിക്സ് ഫുഡിന്റെ പ്രസൻസ് വരുമ്പോഴത്തേക്കിന് ഇതിന്റെ ഗ്യാസ്ട്രിക് എംറ്റിയിങ് ടൈം അങ്ങ് കുറയാറുണ്ട്. ഗ്യാസ്ട്രിക് എംറ്റിയിങ് ടൈം കുറയുന്നു എന്ന് വെച്ചാൽ ഈ ഡ്രഗ്സ് പെട്ടെന്ന് തന്നെ സ്റ്റൊമക്കിൽ നിന്ന് എംറ്റി ആയി പോകുന്നു. ഇതിനെയാണ് GI ട്രാൻസിറ്റ് ടൈം എങ്ങനെ ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ്
ഫസ്റ്റ് പാസ് എഫക്റ്റ്. ഫസ്റ്റ് പാസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ സിസ്റ്റം മാറിയിട്ട് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം വഴി ഡ്രഗിനെ പെട്ടെന്ന് തന്നെ ലിവറിൽ എത്തിക്കുന്നു. ലിവറിൽ എത്തിച്ചാൽ എന്താണ്? ലിവർ മെയിൻ ആയിട്ട് ഒരു എക്സ്ക്രീറ്ററി ഓർഗൻ ആണ്. അവിടെ അബ്സോർപ്ഷൻ ഒന്നും നടക്കാതെ ഡ്രഗ് പെട്ടെന്ന് തന്നെ എക്സ്ക്രീറ്റ് ആയി പോകും. ബോഡിയിൽ നിന്ന് എക്സ്ക്രീറ്റ് ആയി പോയാൽ പിന്നെ അവിടെ ആക്ഷൻ ഉണ്ടോ? ആക്ഷൻ ഇല്ല. അങ്ങനെ വരുന്ന കേസസിനെയാണ് ഫസ്റ്റ് പാസ് എഫക്റ്റ് എന്ന് പറയുന്നത്. പ്രൊപ്രനോള്, ക്ലോർപ്രൊമാസിൻ, ആസ്പിരിൻ ഇതുപോലുള്ള ഡ്രഗ്സിനാണ് മെയിൻ ആയിട്ട് ഫസ്റ്റ് പാസ് എഫക്റ്റ് നടക്കുന്നത്. അത് നമ്മുടെ സ്റ്റൊമക്കിൽ എത്താതെ നേരെ ലിവറിൽ പോയിട്ട് ലിവർ പെട്ടെന്ന് തന്നെ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഫസ്റ്റ് പാസ് എഫക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഡിസീസ് സ്റ്റേറ്റ്. ഡിസീസ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ ബോഡി നോർമൽ കണ്ടീഷൻ ഇരിക്കുമ്പോഴത്തേക്കിന് അബ്സോർപ്ഷനും ഡിസ്ട്രിബ്യൂഷനും എല്ലാം നോർമൽ ആയിരിക്കും. പക്ഷേ ഡിസീസ് സ്റ്റേറ്റ്, അതായത് തൈറോടോക്സിക്കോസിസ് പോലുള്ള ഡിസീസസ് വരുമ്പോഴത്തേക്കിന് ബോഡിക്ക് പെട്ടെന്ന് തന്നെ അപ്പോൾ ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സിലെ ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസീസ് സ്റ്റേറ്റ്. ബോഡിയിൽ എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നോർമലി അബ്സോർപ്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ അബ്നോർമൽ ആയിട്ട് നടക്കുമ്പോഴത്തേക്കിനും അവിടെ ബയോ അവൈലബിലിറ്റിയിലും വേരിയേഷൻ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ ആണ് തൈറോടോക്സിക്കോസിസ്. തൈറോയിഡ് ഒക്കെ ഉള്ള കണ്ടീഷൻ ആണെങ്കിൽ മെറ്റബോളിസം ഒന്നും പ്രോപ്പർ ആയിട്ടായിരിക്കത്തില്ല നടക്കുന്നത്. അങ്ങനെ അത് ബയോ അവൈലബിലിറ്റിയിലും വേരിയേഷൻ കാണിക്കാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബയോ അവൈലബിലിറ്റിയിൽ പറഞ്ഞത്. ഫസ്റ്റ് വൺ ഫിസിക്കൽ പ്രോപ്പർട്ടി. ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ എന്തൊക്കെയാ? പാർട്ടിക്കിൾ സൈസ്, അയണൈസേഷൻ, അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റേറ്റ്, ഡ്രഗിൻ്റെ സ്റ്റേറ്റ്. പാർട്ടിക്കിൾ സൈസ് കുറയുമ്പോൾ ബയോ അവൈലബിലിറ്റി കൂടുന്നു. അയണൈസേഷൻ്റെ കാര്യം പറഞ്ഞാൽ അൺഅയണൈസ്ഡ് ഡ്രഗ് ആയിരിക്കും അബ്സോർബ് ചെയ്യുന്നത്. അയണൈസ്ഡ് ഡ്രഗിന് അബ്സോർപ്ഷൻ ഇല്ല. മൂന്നാമത്തെ ഫിസിക്കൽ സ്റ്റേറ്റിന്റെ കാര്യം പറയുമ്പോഴത്തേക്കിന് ലിക്വിഡ്സ് ആയിരിക്കും സോളിഡ്സിനെക്കാളും ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത്, ബയോ അവൈലബിൾ. അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ ഫാക്ടേഴ്സ് പറയുമ്പോഴത്തേക്കിന് എന്തെങ്കിലും മാനുഫാക്ചറിങ് വേരിയബിൾസ്, കംപ്രഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ബയോ അവൈലബിലിറ്റിക്ക് വേരിയേഷൻ വരാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ എക്സിപ്പിയൻസ് ആഡ് ചെയ്യുമ്പോൾ, ഒരു എക്സാമ്പിൾ ആണ് ലൂബ്രിക്കൻസ്. ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ലൂബ്രിക്കൻസ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഡ്രഗിന്റെ വെറ്റിംഗ് പ്രോപ്പർട്ടി ഇത് കുറയ്ക്കുന്നു. അങ്ങനെ വെറ്റിംഗ് പ്രോപ്പർട്ടി കുറച്ച് എന്താ സംഭവിക്കുക? സോലബിലിറ്റി അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ ഒക്കെ കുറയും. അങ്ങനെ ബയോ അവൈലബിലിറ്റി അവിടെ കുറയുന്നു. ഇനി നെക്സ്റ്റ് വൺ ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ്. അതിൽ എഫക്റ്റ് ഓഫ് GIT ഫ്ലൂയിഡ്, പിന്നെ ബൈൽ സാൾട്ടിന്റെ പ്രസൻസ്, സ്റ്റൊമക് pH, GI ട്രാൻസിറ്റ് ടൈം. GI ട്രാൻസിറ്റ് ടൈം എന്ന് പറയുമ്പോൾ ഗ്യാസ്ട്രിക് എംപ്റ്റിങ് ടൈം. അതിലുള്ള വേരിയേഷൻ കൊണ്ടും ബയോ അവൈലബിലിറ്റിക്ക് വേരിയേഷൻ വരാറുണ്ട്. ഗ്യാസ്ട്രിക് എംപ്റ്റിങ് ടൈം കുറയുമ്പോൾ ഡ്രഗ് സ്റ്റൊമക്കിൽ റിസൈഡ് ചെയ്യുന്ന ടൈം കുറയുന്നു. അങ്ങനെ അബ്സോർപ്ഷൻ കുറയുന്നു. അങ്ങനെ ബയോ അവൈലബിലിറ്റി അവിടെ കുറയുന്നു. പിന്നെ ഫസ്റ്റ് പാസ് എഫക്റ്റ്, അതായത് നമ്മുടെ ഹെപ്പാറ്റിക് സിസ്റ്റം പെട്ടെന്ന് തന്നെ ഡ്രഗിനെ ലിവറിൽ എത്തിച്ചാൽ ലിവർ ഒരു എക്സ്ക്രീറ്ററി ഓർഗൻ ആണ്. സോ അങ്ങനെ വരുന്ന കേസിൽ ഡ്രഗിന്റെ അബ്സോർപ്ഷൻ കുറയുകയും അത് ബയോ അവൈലബിലിറ്റി കുറയുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഡിസീസ് സ്റ്റേറ്റ് പറയുമ്പോൾ നോർമൽ കണ്ടീഷനിനെക്കാളും അബ്നോർമൽ കണ്ടീഷൻസ് ബോഡിയിൽ ഉണ്ടായാൽ ബയോ അവൈലബിലിറ്റിയിൽ വേരിയേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബയോ അവൈലബിലിറ്റി ഓഫ് ഡ്രഗ്സ് എന്നുള്ള പോർഷനിൽ വരുന്നത്. ഇനി അതിൻ്റെ MCQs ഒക്കെ ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.